Now, which are the spaces associated with the matrix A and its transpose? A എന്നുള്ള മെട്രിക്സുമായി ബന്ധപ്പെട്ട മെട്രിക്സുകൾ ഏതൊക്കെയാണ്? റോ സ്പേസ് ഓഫ് A, കോളം സ്പേസ് ഓഫ് A, null space of A. These are the three matrices associated with A. And there are another three matrices. ഇതേപോലെ തന്നെ A transpose എന്ന് പറയാം row space of A transpose, column space of A transpose, null space of A transpose. പക്ഷെ നമ്മൾക്കൊരു ചെറിയൊരു ലോജിക്കൽ അറിയാം. എന്റെ റോ സ്പേസ് എന്ന് പറഞ്ഞാല് എ ട്രാൻസ്പോസിന്റെ കോളം സ്പേസ് ആയിരിക്കും. കാരണം എ എന്നുള്ള മെട്രിക്സിന്റെ റോസ് എ ട്രാൻസ്പോസിൽ എന്താണ് കോളായിട്ടാണ് കിടക്കുന്നുണ്ടാവുക. അപ്പൊ റോ സ്പേസ് ഓഫ് എ ഈക്വൽ ടു കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്. സിമിലർലി കോളം സ്പേസ് ഓഫ് എ ഈക്വൽ ടു റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്. അപ്പൊ ഈ രണ്ട് മെട്രിക്സ് പറയുന്നതിൽ അർത്ഥമല്ല, കാരണം ഇത് ഇതിൽ തന്നെ വന്നു കഴിഞ്ഞു. അപ്പോ ഒരു മെട്രിക്സ് എയും അതിന്റെ ട്രാൻസ്പോസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് 4 ഡിസ്റ്റിങ്ക്റ്റ് വെക്ടർ സ്പേസുകൾ ഉണ്ടാവും. ഏതൊക്കെയാണ്? ഒന്നാമത്തത് റോ സ്പേസ് ഓഫ് എ, രണ്ടാമത്തത് കോളം സ്പേസ് ഓഫ് എ, മൂന്നാമത്തത് നൾ സ്പേസ് ഓഫ് എ, ആൻഡ് നാലാമത്തത് നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്. These matrices are called fundamental spaces of a matrix. Fundamental spaces of a matrix. അപ്പൊ ഈ 4 മെട്രിക്സിനാണ് ഫണ്ടമെന്റൽ സ്പേസ് പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. Next, what is the relation between rank of A and rank of A transpose? Rank of A equal to rank of, this is a theorem, rank of A equal to rank of A transpose. എന്തുകൊണ്ടാണ് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ട്രാൻസ്പോസും സെയിം ആവുന്നത് നോക്കാം. നോക്കുക, റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാല് എന്താണ്? ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ. ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ എന്ന് പറയുകയാണെങ്കിലും പറയാം, കോളം സ്പേസ് ഓഫ് എ എന്ന് പറയാം. പക്ഷേ റോ സ്പേസ് ഓഫ് എയും എ ട്രാൻസ്പോസും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യും? നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ ഈക്വൽ ടു റോ സ്പേസ് ഓഫ് എ ഈക്വൽ ടു column space of A transpose. Now dimension of column space of dimension of row space or column space ആണെങ്കിൽ അതെന്താവും? That is called the rank. That is rank of A transpose. കാരണം കോളം സ്പേസിന്റെയും റോ സ്പേസിന്റെയും നമ്പർ ഓഫ് എലിമെന്റ്സ് ഈക്വൽ ആണ് നമുക്കറിയാം. അപ്പൊ ഏതെങ്കിലും ഒരു ഐഡിയ ഉപയോഗിച്ചതാണ്, റോയോ കോളോ ഏതെങ്കിലും ഒന്ന്. അപ്പൊ നമ്മള് ഡയമെൻഷനിൽ ഇവിടെ റോ ഉപയോഗിച്ചാൽ ഇവിടെ കോളം ആവുന്നേ ഉള്ളൂ, ഇവിടെ കോളം ഉപയോഗിച്ചാൽ ഇവിടെ റോ ആവും. അപ്പൊ റോ സ്പേസിന്റെ ഡെഫിനിഷൻ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കോളം സ്പേസ് ഉണ്ട്, കോളം സ്പേസ് കിട്ടിയാലും അതും റാങ്ക് ആണ്, നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ റാങ്ക് നള്ളിറ്റി തിയറം ഇതിനെങ്ങനെ വരും? അല്ലെങ്കിൽ എന്താ പറയാ, ഡയമെൻഷൻ തിയറം, എന്താ പറയാ, നമ്മള് ഡയമെൻഷൻ തിയറം എന്ന് പറഞ്ഞ റിസൾട്ട് പറഞ്ഞില്ലേ, അത് ഇവിടെ വരുമ്പോ എങ്ങനെയാവും എന്നുള്ളത് നോക്കാം. അതായത് വാട്ട് ഈസ് റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് പ്ലസ് നള്ളിറ്റി ഓഫ് A transpose equal to what? Rank of A transpose plus nullity of A transpose. If A is an M by N matrix, what is rank of A transpose plus nullity of A transpose? Equal to
number of columns in A transpose. A transpose number of columns എന്താണ്? എയിലുള്ള number of rows ആയിരിക്കും. എയിലുള്ള number of rows ആയിരിക്കും A transpose number of columns. Therefore, this equal to M. So, ഇങ്ങനെയാണ് വരിക. Rank A plus nullity A equal to N ആണെങ്കിൽ M by N matrix M by N matrixനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ റാങ്ക് A transpose plus nullity A transpose equal to small m ആയിരിക്കും വരിക. Right. If A is an M by N matrix of rank R, then what are the dimension of the four fundamental spaces? That is dimension of row space of A. What is the dimension of column space of A? What is the dimension of null space of A? What is the dimension of null space of transpose? എന്തായിരിക്കും നോക്കാം. Dimension of row space of A യും column space of A യും equal ആണ് അല്ലേ? അതിനാണ് എന്താ പറയാ, റോ സ്പേസിന്റെ ഡയമെൻഷനും കോളം സ്പേസിന്റെ ഡയമെൻഷനും കോമൺ ആയിട്ട് നമ്മൾ എന്താ പറയാ, it is called the rank. So both these are R. Now what about the dimension of null space of A? അതിന് നമ്മൾ ഈ റിസൾട്ട് ഉപയോഗിക്കണം. റാങ്ക് A plus nullity A equal to എന്താ പറയാ, number of columns n അല്ലേ. M by N മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് എന്താണ്? n. m റോസും n കോളംസും അല്ലേ. അപ്പോ റാങ്ക് A എന്താണ്? R. അപ്പൊ nullity എന്താണ്? n minus R. So this equal to n minus R. Now what is dimension of null space of A transpose? What is rank A transpose plus nullity A transpose equal to number of rows or columns of number of എന്താണ്, number of columns of the matrix A transpose. A transpose number of column എന്ന് പറഞ്ഞാല് എയിലുള്ള number of rows ആയിരിക്കും. ഇപ്പൊ ഇത് m ആണോ n ആണോ വരിക? m ആണ് വരിക അല്ലെ. കാരണം m by n ല് m റോസും n കോളംസ് ആണ്. ട്രാൻസ്പോസ് എടുത്താലോ n റോസും m കോളംസ് ആണ്. അപ്പൊ ഇവിടെ n ന് പകരം ഇവിടെ എന്താണ് m ആണ് വരിക. That is rank A transpose എന്ന് പറഞ്ഞാലും rank A എന്ന് പറഞ്ഞാലും R തന്നെയാണ്. Therefore nullity of A transpose എന്ത് വരും? M minus R. Next topic is orthogonal complement. Okay. Okay. Matrix 1 2 3 minus 1 3 0. Now the matrix equation x1 x2 x3 equal to 0 0. Now ഇവിടെ ശരിക്ക് ഈ എക്സിനെ ഒരു എക്സ് വെക്ടർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദിസ് ഓഫ് ദി ഫോം ax equal to 0. ഇത് ശരിക്കും നമ്മൾ ഓരോ വെക്ടേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ റോക്ക് v1 എന്ന് വിളിക്കുക, അല്ലെങ്കിൽ റോ 1 r1 എന്നുള്ള വെക്ടർ, ഈ വെക്ടറിന് r2 എന്ന് പറയാം.
അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻസ് ഈ x equal to 0 എന്നുള്ള ഇക്വേഷൻ r1 into ഇതിന് x അല്ലെ r1 into x equal to 0 r2 into x equal to 0 എന്നുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞാല് x is നമുക്കറിയാം a dot b equal to രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ they are perpendicular to each other എന്ന് പറയും. അതുപോലെ ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ശരിക്കും അല്ലേ? നമ്മൾ i plus 2j plus 3kയും x1i plus x2j plus x3kയും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ആണ് x1 plus 2x അതല്ലേ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക. ശരിക്കും ഇത് r1 dot x equal to 0 r2 dot x equal to 0 എന്നാണ്. So these two vectors are നമ്മൾ പറഞ്ഞ പോലെ വെക്ടറിൽ നമ്മൾ പറയുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പറയും. അതിന് നമ്മൾ ഇവിടെ പറയുന്ന പേരാണ് ഓർത്തോഗണൽ. That is, if two vectors a and b, the product of a and b equal to 0, we say a and b are orthogonal to each other. Now let W be a subspace of R. Then the set of all vectors orthogonal to the vectors in W. Every vectors in W. അത് ഡബ്ല്യൂയിലുള്ള എല്ലാ വെക്ടേഴ്സിന്റെയും ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യൂയിലുള്ള വെക്ടറിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടുന്ന വെക്ടേഴ്സിന്റെ സ്പേസ്. That space is called the orthogonal complement. Of W and is denoted by UT. Next theorem and proof of shell result pole kanda madi. If W is a subspace of Rn, then first one W another orthogonal complement of WT is a subspace of R raised to n. And the second one, the only vector common to W and WT is 0 vector. 0. And third one, the orthogonal complement of WT is WT whole raised to T, that is equal to W. That is WT ന്റെ ഓർത്തോഗണൽ ആയിട്ടുള്ള സ്പേസ് പറഞ്ഞാൽ W തന്നെയാണെന്നാണ് അർത്ഥം. അതേപോലെ രണ്ടാമത്തെ മീനിങ് എന്ന് പറഞ്ഞാൽ W ഇന്റർസെക്ഷൻ WT is equal to singleton 0 എന്നാണ് അർത്ഥം. അപ്പോ ഇത് ഒരു റിസൾട്ട് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാം നമുക്ക്. R2ന്റെ സബ്സ്പേസുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം. സബ്സ്പേസ് ഓഫ് R2 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരിക? സബ്സ്പേസ് ഓഫ് R2 എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് വരിക. ഒറിജിനിലൂടെ R2 എന്ന് പറഞ്ഞാൽ ശരിക്കും R ക്രോസ് R ആണ്. എക്സും ഈ ഒരു പ്ലെയിൻ ആണ്. അപ്പൊ ഇതിലൂടെ എന്ന് പറഞ്ഞാൽ ഒറിജിനിലൂടെ എക്സ് ഈക്വൽ ഇത് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 0. ദിസ് ഇസ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ.
x-axis is a subspace of R2, y-axis is a subspace of R2. The line y equal to x passes through origin, y equal to 2x passes through origin, y equal to minus x passes through origin. All these lines, all lines passing through origin are subspaces of R2. Right? അപ്പോ നമ്മളുടെ ചോദ്യം ഇതാണ്, W equal to R2, W എന്ന് പറയുന്നത് W is a subspace of R2. That is a W, the line W എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതൊരു ലൈനാണ് ഒറിജിനലൂടെ പാസ് ചെയ്യുന്ന എല്ലാ ലൈനുകളും R2ന്റെ സബ്സ്പേസ് ആണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ W R2ന്റെ സബ്സ്പേസ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ is a line through origin which is a subspace of R2. Then what about WT? എന്താണ്? അപ്പോ ഈ ഏത് ലൈനിന്റെയും പെർപെൻഡിക്കുലർ, ഇതിന് ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പെർപെൻഡിക്കുലാരിറ്റി ആണ്. അപ്പോ ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് ആ പ്ലെയിനിൽ വരക്കാൻ പറ്റുന്ന ലൈനാണ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ y ഈക്വൽ ടു എക്സ് ആണെങ്കിൽ y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരച്ചേക്കും y ഈക്വൽ ടു മൈനസ് എക്സ് ആയിരിക്കും ഇതിന്റെ ഓർത്തോഗണൽ. W ഈക്വൽ ടു set of all xy such that y equal to x or xx, x belongs to R ആണെങ്കിൽ WT equal to set of all x minus x, x belongs to R. അതേപോലെ അല്ല, അപ്പോ W equal to set of all x to x ആണെങ്കിൽ എന്തായിരിക്കും? ആണെങ്കിൽ ഈക്വൽ ടു എന്തായിരിക്കും? WT സെറ്റ് ഓഫ് ഓൾ എന്താ x 1/2 x മൈനസ് 1/2 x ആയിരിക്കും. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ പല ഫോണിലൂടെ തന്നെ പറയാം. കാരണം ഇത് ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 2x ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു മൈനസ് 1/2 x ആണ്. ഇതിന്റെ y ഈക്വൽ ടു mx എന്ന് പറയുമ്പോൾ അതിന്റെ സ്ലോപ്പ് 2 ആണ്. ഇതിന്റെ സ്ലോപ്പ് എന്താണ്? മൈനസ് 1/2 ആണ്. പ്രൊഡക്റ്റ് ഓഫ് സ്ലോപ്സ് എന്താണ്? -1 ആണ്. ആ അർത്ഥത്തിൽ പറയാം. അല്ലെങ്കിൽ x 2x, what is x 2x into x minus 1/2x? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക? x into x, x square minus x square. This dot product is 0. ഈ രണ്ടർത്ഥത്തിലും വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതാണ് ഓർത്തോഗണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടേത്. പക്ഷെ ഇതിന്റെ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇതാണ്, പ്രൊഡക്റ്റ് ഓഫ് സ്ലോപ്സ് ഈസ് -1. സോ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഇങ്ങനെ നമുക്ക് ഏത് സ്പേസിന്റെയും ഓർത്തോഗണൽ കോംപ്ലിമെന്റ് കാണാൻ പറ്റും. അപ്പോൾ ഏത് R2ലുള്ള ഓർത്തോഗണൽ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് ആ ലൈനിന് R2ന്റെ സബ്സ്പേസുകൾ പറഞ്ഞാൽ 0യും ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനുകളും മാത്രമാണ്. അപ്പൊ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഏത് ലൈനിന്റെയും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരക്കാൻ പറ്റുമല്ലോ. എക്സ് ആക്സിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ആണ് y ആക്സ്, y ആക്സിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ആണ് x ആക്സ്, y ഈക്വൽ ടു എക്സിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ആണ് y ഈക്വൽ ടു മൈനസ് എക്സ്. അങ്ങനെ നമുക്ക് എല്ലാം പറയാൻ പറ്റും. ഓക്കെ, ഇനി R3യിൽ വരുമ്പോൾ എന്താണ്? R3യിലെ സപ്പോസ് W is a plane in R3. Then what is WT? Then what is WT? അതാണ് ഒരു പ്രശ്നം വരുന്നത്. അവിടെയും നമുക്ക് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പറഞ്ഞാല്
നമുക്ക് അപ്പൊ ഈ ഒരു പ്ലെയിൻ ആണെങ്കിൽ W ഒരു പ്ലെയിൻ ആണെങ്കിൽ ഈ പ്ലെയിനിന്റെ ഒരു പ്ലെയിന് ഒരു പെർപെൻഡിക്കുലർ വരക്കാം നമുക്ക്. ഈ പ്ലെയിന് നമ്മൾ വരക്കുന്ന പെർപെൻഡിക്കുലർ ഉണ്ടല്ലോ. If this the perpendicular to the plane, plane passing through original subspace ആവുള്ളൂ. Yes, it's a plane passing through origin ആണെങ്കിൽ ഒറിജിനിലൂടെ തന്നെ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ വരക്കാം. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ പ്ലെയിനിൽ നമ്മൾ ഏത് ലൈൻ വരച്ചാലും അതിനൊക്കെ ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മളൊരു ബോർഡ് ഒരു ടേബിൾ വരക്കുക, ഒരു ടേബിള് നോക്കുക, ആ ടേബിളിന് സെന്ററിൽ ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു വടി വെക്കുക. ഇനി ഈ പ്ലെയിനിൽ എന്ത് വരച്ചാലും അതും ഇതും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾ എങ്ങനെ ലൈൻ വരച്ചാൽ ആ ലൈന് ഇതിന്റെ റൂട്ടിലേക്ക് മീറ്റ് ചെയ്താൽ, നമ്മൾ ഈ കുത്തനെ പിടിച്ച വടിമക്ക് മീറ്റ് ചെയ്താൽ അത് 90 ഡിഗ്രി ആയിരിക്കും. റൈറ്റ്? സോ W R3 ഒരു പ്ലെയിൻ ആണെങ്കിലും WT is the line. What is WT? WT is the line perpendicular to the plane of W passing through origin. ആ പ്ലെയിൻ്റെ ഇക്വേഷൻ കിട്ടിയാല് നമുക്ക് അതിന്റെ പെർപെൻഡിക്കുലർ കിട്ടും. എങ്ങനെ കിട്ടും നോക്കാം. ഫോർ എക്സാമ്പിൾ പറയാം, W equal to x plus 2y plus 3z equal to 0 എന്ന് പറഞ്ഞാല് this is subspace of x, y, z scalars. This is subspace of R. This is subspace of R3. This is a plane. This is a plane. This is a subspace of R3. നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? ഇതിപ്പോ is equal to set of all x, y, z. That x equal to എന്താ പറയാ, x can be written as minus 2y minus 3z. അപ്പൊ ഇത് അല്ലെങ്കിൽ x തന്നെ എഴുതാം, y നെ എഴുതാം, z നെ എങ്ങനെ എഴുതാം? z equal to minus 1/3 into x plus 2y എഴുതിക്കൂടെ? Right? So ഇവിടെ x ഉം y ഉം മാത്രം belongs to R, അല്ലെങ്കിൽ x, y are scalars. അപ്പോ ഇത് എന്തായി? this equal to this is subspace spanned by this equal to set of all x into 1, 0, minus 1/3 plus y into 0, 1 minus 2/3, right? X, y scalars. This is the space spanned by these two vectors. This is the subspace of R cube spanned by these two vectors and has dimension 2. So this is the plane. This is a plane, and what is the normal vector to normal ആയിട്ടുള്ള ഇതിന്റെ നോർമൽ ലൈൻ എങ്ങനെ കാണും എന്നുള്ളതാണ്. ഇവിടെ x plus 2y plus 3z equal to 0 എന്നതിൽ നിന്ന് ഇതിനെ നമുക്ക് ശരിക്കും ഇങ്ങനെ എഴുതിക്കൂടെ നോക്കുക? this equal to x, y, z into 1, 2, 0 എന്ന് കിട്ടില്ലേ? Therefore the vector 1, 2, 3 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? the vector I plus 2j plus 3k എന്നാണ് വരിക. അതായത് 1, 2, 3യിലേക്ക്, അതായത് 1, 2, 3 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വിചാരിച്ചു 1, 2, 3 എന്നുള്ള പോയിന്റ് 1, 2, 3യിലേക്ക് ഒറിജിനിൽ നിന്ന് 1, 2, 3യിലേക്ക് വരക്കുന്ന വെക്ടറാണ് I plus 2j plus 3k എന്നുള്ള വെക്ടർ. അപ്പൊ ഇതാണ് ഇതിന്റെ നോർമൽ വെക്ടർ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് I plus 2j plus 3k എന്ന് കിട്ടും. ഓർ
This is the line passing through 1, 2, 3 and origin. Therefore, it has direction ratios 1, 2, 3. That is x by 1 equal to y by 2 equal to z by 3. To find the parameters, we put here t. That is x equal to 1 into t, y equal to 2t, z equal to 3t. This is the straight line passing through origin. ഇതാണ് ശരിക്കും എക്സ് വൈ സെഡ് കിട്ടുക, ടി ബിലോങ്സ് ടു, അതിന്റെ പാരാമീറ്ററൈസ് ചെയ്ത് അതാണ് കിട്ടുക. Now this is that straight line passing through origin, or this is that straight line. X by 1 equal to y by 2 equal to z by 3. കാരണം ഈ ലൈനിനെ കുറിച്ച് നമുക്കറിയാം. ഈ ലൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയും? This is the line passing through origin and the point 1, 2, 3. മനസ്സിലായോ? അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ ഇങ്ങനെ പറയാം, പാരാമീറ്ററൈസ് ചെയ്ത് അങ്ങനെ പറയാം. നമ്മൾ പാരാമീറ്ററൈസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു ഐഡിയ ഇതാണ്. ഈ 3 റേഷ്യോ ടി ആണ് ശരി. അപ്പൊ എന്നിട്ട് എക്സും വൈയും സെറ്റും ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ പറഞ്ഞാലും മതി. എക്സ് ബൈ 1 ഈക്വൽ ടു വൈ ബൈ 2 ഈക്വൽ ടു സെഡ് ബൈ 3 എന്നുള്ളതാണ് ഈ സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ദിസ് സ്ട്രൈറ്റ് ലൈൻ, ദിസ് ഈസ് W ട്രാൻസ്പോസ് if this is W. Right. അപ്പൊ എന്താ വരുന്ന എന്താണ്? എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലെയിനിൽ എല്ലാ പോയിന്റും ആണ്. 1, 2, 3 പറഞ്ഞാല് ഒരു പ്രത്യേക പോയിന്റ് ആണ്. ഈ പ്ലെയിനിൽ എല്ലാ പോയിന്റ്, ഈ പോയിന്റിനോട് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ 0 ആണ് എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ എക്സ് വൈ സെഡ് എന്നുള്ള വെക്ടറിനോട് 1, 2, 3 എന്നുള്ള വെക്ടർ പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞാൽ 1, 2, 3 പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞാൽ 1, 2, 3 വെക്ടർ എന്ന് പറഞ്ഞാല് നമുക്കറിയാം പൊസിഷൻ വെക്ടർ ആണ്. ദാറ്റ് ഈസ് ഒറിജിൻ ഇനീഷ്യൽ പോയിന്റും 1, 2, 3 എന്താ ടെർമിനൽ പോയിന്റ് ഉള്ള വെക്ടർ ആണ്. അപ്പൊ അതിൽ പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാല് പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മൊത്തത്തിൽ കിട്ടും. എക്സ് ബൈ 1 ഈക്വൽ ടു വൈ ബൈ 2 ഈക്വൽ ടു സെഡ് ബൈ 3. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ തിയറം. ആ തിയറം കാണുമ്പോൾ നമുക്ക് ഇത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നും, പക്ഷെ അത് ഒന്ന് ആലോചിച്ച് നമുക്ക് ക്ലിയർ ആവും. നോക്കാം, ഇതാണ് ഫസ്റ്റ് റിസൾട്ട്. The null space of A and row space of A are orthogonal complements. In Rn. This is the first result. Secondly, the null space of A transpose and column space of A are orthogonal complements Rn. വളരെ ശ്രദ്ധിക്കുക. A is an m by n matrix ആണ് കേട്ടോ. A is an m by n matrix. The null space of A, പറഞ്ഞില്ല, if A is an m by n matrix. നമുക്കറിയാം m by n matrix എന്ന് പറഞ്ഞാൽ റോ സ്പേസ് എന്ന് പറഞ്ഞാൽ റോ ഒക്കെ m റോസ് n വെക്ടേഴ്സ് ആയിരിക്കും. m റോസ്, ഓരോ m റോസ് ഉണ്ട്, n കോളംസ് ഉണ്ട്. അപ്പൊ m റോസിലും n എലമെന്റ്സ് വീതം ഉണ്ടാവും. അപ്പൊ m റോസും Rnന്റെ എൻട്രീസ് ആയിരിക്കും. അതേപോലെ കോളം നോക്കുകയാണെങ്കിൽ n കോളംസും m വെക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കാം. ഇനി null space of എയും റോ സ്പേസ് ഓഫ് എയും ഓർത്തോഗണൽ കോംപ്ലിമെന്റ്സ് ആണ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നോക്കാം, അതിന്റെ തിയറി തന്നെ എടുക്കുക. എ എന്ന് പറഞ്ഞാൽ m by n മെട്രിക്സ് ആണല്ലോ. A11, A12 etc. A1n, A21, A22 etc. A2n.
n, etc. am1, am2, etc. an. Now, ഇതിനെ നമ്മള് എന്താ പറയാ, ഇതിനെ നമ്മള് ഓർത്തോഗണൽ ഇത് ചെയ്തു എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ എക്ലോൺ ഫോമിൽ റെഡ്യൂസ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. അപ്പോഴാണ് നമുക്ക് റോ സ്പേസ് കിട്ടുക, റോ സ്പേസിന്റെ ബേസിസ് എലമെന്റ്സ് കിട്ടുക. അപ്പൊ ഇതിന്റെ നൾ സ്പേസ്, സോറി, ഇതിന്റെ നൾ സ്പേസ് എന്ന് പറഞ്ഞാല് ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്തിട്ടൊന്ന് പറഞ്ഞു നോക്കാം, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, നമ്മൾ മുകളിൽ പറഞ്ഞ എ എന്നുള്ള മെട്രിക്സ് എടുക്കുക. ഈ മെട്രിക്സിന്റെ റോ സ്പേസ് എന്ന് പറഞ്ഞ എന്താണ്? റോ സ്പേസ് is the subspace of ഏതാണ്? വെക്ടർ. റോ വെക്ടറിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 6 എലമെന്റ് ഉണ്ട്. It's a subspace of R6 spanned by which vectors? ഇവിടെ 4 വെക്ടേഴ്സ്, 4 ആവശ്യമുണ്ട്. എക്ലോൺ ഫോമിൽ റെഡ്യൂസ് ചെയ്ത് എത്രണ്ണേ ഉള്ളൂ? 2 ഉള്ളൂ. ഒന്നാമത്തിന് R1 എന്ന് പറയും, രണ്ടാമത്തെ R2 എന്ന് പറയും. അപ്പോ the raw space of A is the subspace of R raised to 6 spanned by R1 and R2, or this is equal to R1 into a constant, W equal to A into R1 plus B into R2, where A and B are scalars. അത് ക്ലിയർ ആണല്ലോ. ഇനി അപ്പൊ അതിന്റെ ഡയമെൻഷൻ എത്ര ഇട്ടേറ്റ് അതൊക്കെ നമുക്കറിയാം, ഡയമെൻഷനൊക്കെ നമുക്കറിയാം. ഇനി എങ്ങനെയാണ് നൾ സ്പേസ് കണ്ടുപിടിക്കുക? നൾ സ്പേസ് കണ്ടുപിടിക്കുക R1x plus R2x equal to അല്ലെ, R1x equal to 0, R2x equal to 0ന്റെ സൊല്യൂഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബേസിസ് എലമെന്റ്സ്, എന്താ ഇവിടെ ശരിക്കും വരുന്നത്, 1, 0, -4, -28, -37, 13 ഡോട്ട്. ഇതിന്റെ ഏത് മൾട്ടിപ്പിൾ ഒക്കെ ഉണ്ടോ? ഡോട്ട് x1, x2, etc. x6, x1, x2, x3, x4, x5, x6 is dot product equal to 0 അല്ലേ? അതല്ലേ ഈക്വേഷൻ? അപ്പോ ഇത് തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. ഇതെന്താണ്? ഈ x1, x2, x3, x4, x5, x6 എന്താണ്? നൾ സ്പേസിന്റെ സൊല്യൂഷൻ. ഇതെന്താണ്? റോ സ്പേസിലെ വെക്ടർ. അപ്പൊ റോ സ്പേസിലെ വെക്ടറും നൾ സ്പേസും എപ്പോഴും എന്തായിരിക്കും? അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും, അല്ലെങ്കിൽ they are perpendicular to each other. ഇനി നമ്മൾക്ക് നമ്മളുടെ റിസൾട്ടിലേക്ക് വീണ്ടും വരാം. ബേസ് ആൻഡ് എംബൈൻ മെട്രിക്സ് ആണെങ്കിൽ നൾ സ്പേസ് ഓഫ് എ ആൻഡ് റോ സ്പേസ് ഓഫ് എ ആർ ഓർത്തോഗണൽ കോംപ്ലിമെന്റ്സ് ആൻഡ് ബോത്ത് ആർ ഇൻ Rn. They are orthogonal complements in Rn. ഇതേപോലെ എ ട്രാൻസ്പോസ് എടുത്താൽ റോ സ്പേസിന് പകരം എന്താവും? കോളം സ്പേസ് ഓഫ് എ ആവും. റോ സ്പേസ് ഓഫ് നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് ആൻഡ് റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്. റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് ഈസ് കോളം സ്പേസ് ഓഫ് എ, ആൻഡ് ദാറ്റ് ഈസ് ഓർത്തോഗണൽ ടു എ ട്രാൻസ്പോസിലെ വെക്ടേഴ്സ് ഒക്കെ എം വെക്ടേഴ്സ് ആയിരിക്കും. So they are orthogonal complements in Rn. Okay. Now there are a number of equivalent statements. Equivalent statement എന്ന് പറഞ്ഞാല് one sentence means the other. ഒരു സെന്റൻസിന്റെ മീനിങ് തന്നെയാണ് അടുത്തതിനും. അതായത് ഇതൊക്കെ പറയുന്ന ഒരേ കാര്യം തന്നെയാണ്, ഒരേ കാര്യം പല വിധത്തിൽ പറയുന്നതാണ് ഇക്വലന്റ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ എ എം ബൈ എൻ അല്ലെ, n by n മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാവും. n by n മെട്രിക്സ് ആണെങ്കിൽ A is
ഇൻവെർട്ടിബിൾ നോക്കുക, എ ഇൻവെർട്ടിബിൾ ആണ് എന്നല്ല പറയണ്ടോ, എ n by n മെട്രിക്സ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയായ എ ഇൻവെർട്ടിബിൾ ആവുന്നതാണ്. ഇനി നോക്കുക, എ ഇൻവെർട്ടിബിൾ ആണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ എങ്ങനെ വിചാരിക്കുക, എ is an n by n matrix, then the following statements are equivalent. Suppose A is an n by n matrix and A is invertible, then the all other results follows. As Ax equal to 0 has only trivial solution. Clear അല്ലേ? X equal to 0 എന്താ പറയാ, A invertible ആണെങ്കിൽ Ax equal to 0 എന്നുള്ളതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് A invertible ആണെങ്കിൽ A inverse കൊണ്ട് രണ്ടാമതും മൾട്ടിപ്ലൈ, A inverse into Ax equal to A inverse into 0 ആയിരിക്കും. That is A inverse ന്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചാല് ലെഫ്റ്റ് സൈഡിൽ എക്സ് ഉണ്ടാവും, A inverse ന് 0 മെട്രിക്സ് കൊണ്ട് 0 ആയിരിക്കും. സോ X equal to 0 എന്നുള്ള ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ if A is invertible. The reduced echelon form of A is In. കാരണം A ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ഡിറ്റർമിനന്റ് A not equal to 0 എന്നുണ്ട്. അതൊക്കെ ഇവിടെ ഇതായിട്ട് വരുന്നുണ്ടല്ലേ. Yes. Ax equal to 0 has only the trivial solution. Then the raw reduced echelon form of A is In. എങ്ങനെ പറയും? കാരണം നമുക്ക് ഒരു റോയും 0 ആയി പോവില്ല. കാരണം X equal to 0ക്ക് ട്രിവിയൽ സൊല്യൂഷൻ ആയാല് റാങ്ക് ഓഫ് A equal to n എന്ന് കിട്ടും. റാങ്ക് ഓഫ് A equal to n എന്നൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഉപയോഗിക്കേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം എന്ന് നമുക്ക് ആലോചിച്ചറിയാം. ഫസ്റ്റ് റോ നമ്മൾ റെഡ്യൂസ് ചെയ്തു, പിന്നെ അതിന്റെ താഴെയൊക്കെ 0 ആക്കി, സെക്കൻഡ് എലമെന്റിലേക്ക് വന്നു, അതിന്റെ ഫസ്റ്റ് എൻട്രി 1 ആക്കി, ബാക്കിയൊക്കെ 0 ആക്കി. അങ്ങനെ പോയാല് സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സിലാണ് അവസാനിക്കുക. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാല് ആ റോ കംപ്ലീറ്റ് 0 ആയി പോകും. ആ റോ കംപ്ലീറ്റ് 0 ആയാല് ആ മെട്രിക്സ് എന്താവില്ല, ഇൻവെർട്ടിബിൾ ആവില്ല. റൈറ്റ്. പിന്നെ A is expressible as product of elementary matrices. അങ്ങനെ സിമ്പിൾ മെട്രിക്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. X equal to B is consistent for every n by n matrix B. കാരണം X equal to B കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ റാങ്ക് ഓഫ് A equal to റാങ്ക് ഓഫ് AB എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. X equal to B has exactly one solution for every n by n matrix. Determined A not equal to 0. Invertible ആണെന്നാണ് തന്നെ determined A not equal to 0 കിട്ടില്ലേ. Column vectors are linearly independent. കാരണം എല്ലാ റോയിലും 1 ഉണ്ടാവും, എല്ലാ എക്കലോൺ ഫോം ഐഡന്റിറ്റി മെട്രിക്സ് ആകുമ്പോൾ റോ മെട്രിക്സും കോളം മെട്രിക്സും ഐഡന്റിറ്റി മെട്രിക്സ് എന്താ പറയാ, ബേസിസ് എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും, നമ്മുടെ സ്റ്റാൻഡേർഡ് വെക്ടേഴ്സ് ആയിരിക്കും. E1 E2 എക്സെട്ര En ആയിരിക്കും. അപ്പോൾ റോയും കോളം ഒക്കെ E1 E2 എക്സെട്ര En ആവും. Raw vectors are linearly independent. Column vectors of A span R raised to n. Raw vectors span R raised to n. Column vector of A form a basis. Raw vectors of A form a base. For R and രണ്ടും n തന്നെയാണ്. A has rank n. A has nullity 0. കാരണം നമുക്കറിയാം എന്താ സൊല്യൂഷൻ വെറും X equal to 0 മാത്രമുള്ളപ്പോ A എന്നുള്ള മെട്രിക്സിന്റെ നൾ സ്പേസിൽ ആകെ ഒരു എലമെന്റ് ഉണ്ടാവുക 0 0 എക്സെട്ര 0. അപ്പോൾ അതിന്റെ ഡയമെൻഷൻ എത്രയാണ്, 0 ആണ്. സോ A has rank n, nullity 0. Orthogonal complement of null space of A is Rn. അതേപോലെ orthogonal complement of raw space of A is 0. അതുകൂടി ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം ഇത് ഈ റിസൾട്ട് മുഴുവൻ നോക്കി വെക്കുക. കാരണം എന്താ പറയാ, വൺ വേർഡിൽ ക്വസ്റ്റ്യൻ വരും. വൺ വേർഡില് if A is invertible then എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമല്ല എഴുതിയേക്കാം. അപ്പോ if A is an n by n matrix and A is invertible, then the orthogonal complement of null space of A is dash. null space ന്റെ orthogonal complement പറഞ്ഞാൽ എന്താണ് വരിക, 0 ആണ് വരിക. റോ സ്പേസിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് പറഞ്ഞാല് സിംഗിൾട്ടൺ 0 ആണ് വരിക. നൾ സ്പേസിന്റെ Rn എൻ്റെ Rn ആണ് വരിക. അപ്പൊ ആ റിസൾട്ട്
നിങ്ങൾ അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി.